250 വാഴയുണ്ടായിരുന്നു. അതിന് ഞാൻ മെഡിസിൻ ഒഴിച്ചായിരുന്നു. നല്ല റിസൾട്ട് കിട്ടി, നല്ല കുല കിട്ടി. പിന്നെ കന്ന് കരിക്കൻ ഒഴിവായി കിട്ടി. ഞാൻ സിബി ജോസഫ്, പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്ക് കാരാകൃഷി പഞ്ചായത്തിലാണ് എൻ്റെ സ്ഥലമുള്ളത്. ഞാൻ ഫേസ്ബുക്കിൽ നിന്നാണ് ഇത് ഈ APK ഓർഗാനിക്സിൻ്റെ പ്രോഡക്റ്റ്സ് കണ്ടത്. അന്ന് തൊട്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. എനിക്കിതിന് ഇപ്പം എൻ്റെ വാഴയ്ക്ക് 7 മാസം പ്രായമായി. ഞാൻ 3 ട്രിപ്പ് ഉപയോഗിച്ചു. അതിന് മുമ്പ് എനിക്ക് വാഴയുണ്ടായിരുന്നു. അതിൽ 250 വാഴയുണ്ടായിരുന്നു. അതിന് ഞാൻ മെഡിസിൻ ഒഴിച്ചായിരുന്നു. നല്ല റിസൾട്ട് കിട്ടി, നല്ല കുല കിട്ടി. പിന്നെ കന്ന് കരിക്കൻ ഒഴിവായി കിട്ടി. നല്ല പ്രോഡക്റ്റ്സ് ആണെന്നാണ് എൻ്റെ നിഗമനം. വില അധികമില്ല. നോർമൽ അവർ കൊറിയർ സർവീസ് ചെയ്ത് എത്തിച്ചു തരും. അങ്ങനെ ഇത് ഒത്തിരി ഫലപ്രദമായിട്ടുള്ള ഉപയോഗമുള്ള സാധനമാണെന്നാണ് എൻ്റെ ധാരണ. നിങ്ങളെല്ലാവരും ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുക. നന്നായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. കൃഷിഭവനിൽ നിന്ന് ഉദ്യോഗസ്ഥരൊക്കെ വന്ന് നോക്കിപ്പോയി. അവർ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ വെച്ചിരിക്കുന്നത് കുറച്ച് ഇത് ഏരിയയാണ്, കാനൽ, മഴ വെയിൽ കുറവുള്ള സ്ഥലമാണ്. മറ്റ് തെങ്ങും മറ്റ് മരങ്ങളെ ഇടയ്ക്കാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് വളർച്ച കുറവുണ്ട്. എന്നാലും നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയായിരുന്നു. ഇത് ഒത്തിരി നല്ല പ്രോഡക്റ്റാണ്. എല്ലാവരും വാങ്ങിച്ച് ഉപയോഗിക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം. APK ഓർഗാനിക്സ് ആദ്യം 2 മാസം പ്രായമായ വാഴയ്ക്ക് ഞാൻ ആദ്യം കൊടുത്തു. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും കൊടുത്തു. അങ്ങനെ പിന്നെ ഇച്ചിരി ഗ്യാപ്പായിപ്പോയി. ഇത് 3ാമത്തെ ഡോസ് ഓർബിക്സ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഈ അഭിമാൻ വന്നിട്ട് വേരോട്ടത്തിനും അല്ലെങ്കിൽ നല്ല ഒരു പുഷ്ടിക്കും ഉപയോഗിക്കാം. അത് 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർബിക്സാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ 6 മാസം കഴിഞ്ഞ് കൊലയ്ക്കാൻ തുടങ്ങിയ വാഴയ്ക്ക് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. FL77 എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്. അത് വന്നിട്ട് 50 ലിറ്റർ വെള്ളത്തിൽ 1 ലിറ്റർ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഇലയിലും മൊത്തം തളിച്ചു കൊടുക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതാണ് ഇത് കൊലയ്ക്കുന്ന സമയത്ത് പൂവും അതുപോലെ പരാഗണം നടക്കാനും ഒക്കെ ആയിട്ട് ഒത്തിരി ഉപകരിക്കും. ഇത് 100 ലിറ്റർ വെള്ളത്തിൽ 1 കുപ്പി 1 ലിറ്റർ മിക്സ് ചെയ്തിട്ട് മൂട്ടിൽ ഒഴിച്ചു കൊടുക്കണം. ആ സമയത്ത് നമ്മുടെ പറമ്പിൽ നനവോ വെറ്റായിരിക്കണം, നല്ല വെറ്റായിരിക്കണം. ഇത് അതുപോലെ തന്നെ ഓർബിക്സ് ആണെങ്കിലും 100 ലിറ്റർ വെള്ളത്തിൽ 1 ലിറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കണം. മൂട്ടിൽ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വാഴയുടെ മൂട് വശം നല്ലപോലെ വെറ്റായിരിക്കണം. നനയ്ക്കാൻ സൗകര്യമുള്ള നനയ്ക്കുക. അല്ലെങ്കിൽ മഴയുള്ള സമയത്താണെങ്കിൽ അങ്ങനെ. എന്തായാലും നല്ല ഒരു റിസൾട്ടാണ് ഇതുകൊണ്ട് കിട്ടുന്നത്. ഒത്തിരി നല്ല പ്രോഡക്റ്റ്സാണ്. എല്ലാ വാഴക്കൃഷിക്കാരും ഇത് മേടിച്ച് ഉപയോഗിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ വർഷം ഞാൻ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു എനിക്ക്. അതിൽ 250 വാഴയുണ്ടായിരുന്നു. നല്ല കൊലയും കിട്ടി, നല്ല വെയിറ്റും കിട്ടി. എനിക്ക് 15 to 18 കിലോ വരെ ഒരു കൊലയ്ക്ക് കിട്ടി. പിന്നെ കുറച്ച് മോശം കൊല ഉണ്ടായിരുന്നത് 12 കിലോ 10 കിലോ അങ്ങനെ ആയിട്ട് എനിക്ക് കിട്ടി. 250 വാഴയും നന്നായിട്ട് കിട്ടി എനിക്ക്. ഇപ്രാവശ്യം അത് കഴിഞ്ഞിട്ട് വെച്ചതാണിത്. ഇത് 200 വാഴയാണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ 7 മന്തായി. ഈ ചുട്ട് നമ്മൾ ചെയ്യുമ്പോൾ വളരെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. പിന്നെ ഇവിടെ ഒരു ഇതുള്ളത്, ഇത് ഈ തെങ്ങും മറ്റ് മരങ്ങളും ഉള്ളതുകൊണ്ട് കുറച്ച് വെയിൽ കുറവാണ്. അതിൻ്റെ ഒരു വളർച്ചക്കുറവുണ്ട്. എന്നാലും ബെറ്ററാണ്. പിന്നെ എന്താ പറയുക, ഈ പ്രോഡക്റ്റ് ഒത്തിരി നല്ലതാണ് വാഴ കൃഷിക്ക്. അത് എല്ലാവരും മേടിച്ച് ഉപയോഗിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം.